നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടർ ഉണ്ടാക്കിയാലോ? ഇന്ന് ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല കണ്ടന്റുകൾ അടങ്ങിയ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ. ഇത് ലോകത്തിൽ എവിടെയും നമുക്ക് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ലഭ്യമല്ല. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഫാമുകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ഈ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ട 3 സാധനങ്ങൾ മാത്രമാണ്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം കിട്ടുന്ന 3 സാധനങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടത്. ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരിപൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പുതിയൊരു അനുഭവമായിരിക്കും ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇത് പുതിയൊരു അറിവ് തന്നെയായിരിക്കും. ഇത്രയും നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടർ കാരണം ഓരോന്നെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക. നമ്മൾ ഓരോ മരുന്നുകൾ കൊടുക്കുന്നു, നമ്മളതിൻ്റെ പെട്ടെന്നൊന്ന് തൂക്കം വെച്ച് കിട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഒന്ന് വളരെ നല്ല ഉഷാറായി കിട്ടുവാനോ ഒക്കെ നമ്മൾ ഒരുപാട് മരുന്നുകൾ കൊടുക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ ഒരു സാധനം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്തായാലും. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട 2 സാധനങ്ങൾ, 3 സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. 3 സാധനമാണ് നമുക്ക് വേണ്ടത്. 2 സാധനങ്ങൾ ഇത് രണ്ടുമാണ്. വിറ്റാമിൻ സി അടങ്ങിയ നാരങ്ങ, മറ്റൊന്ന് ശർക്കര. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ശർക്കരയാണ്. ഈ 2 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ 1 കിലോ എടുത്തിട്ടുണ്ട്. 1 കിലോ നാരങ്ങ, 1/2 കിലോ ശർക്കര. ഇത് രണ്ടുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്യണം. അതിനുശേഷം 3ാമത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളോട് പറയാം. 3ാമത്തെ ഇൻഗ്രീഡിയൻസ് അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, കാരണം അത് ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇതിപ്പം നമുക്ക് ഇതൊന്ന് ഉരുക്കി നമ്മൾ ലിക്വിഡാക്കണം, ലായനിയാക്കണം. ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ചെയ്തതിന് ശേഷം നമുക്ക് തിരികെ വരാം. ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുക്കണം. ഇത് നമുക്ക് ഉരുക്കിയിട്ട് ലിക്വിഡാക്കണം. ഓക്കെ, നമ്മുടെ നാരങ്ങ നമ്മൾ പിഴിഞ്ഞത് എടുത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ പാനിയാക്കി, അതായത് നമ്മൾ തിളപ്പിച്ചിട്ട് പാനിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ചെയ്യേണ്ടത് ഇത് 2 എണ്ണം ഇതിലുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ സാധനങ്ങളൊന്ന് അരിച്ച് ഒഴിക്കണം. ആദ്യം നമുക്ക് നാരങ്ങ, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. ഇതിനകത്ത് നമുക്ക് പ്രോസസ്സുകളെല്ലാം നന്നായിട്ട് കാണണം. അപ്പോൾ ഇതുപോലുള്ളൊരു കണ്ടെയ്നർ, ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ശർക്കര നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ ശർക്കര നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് നിറയണ്ട, നമുക്ക് ഏകദേശം ഇത്രയും മതിയാകും. ഏകദേശം നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി. 1/4 ഭാഗം, കണ്ടെയ്നറിൻ്റെ 1/4 ഭാഗം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ഈ ഒരു ലെവലിൽ മാത്രം കിട്ടിയാൽ മതിയാകും. നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ശർക്കര പനിയും ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കണ്ട. ഇനി ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത്. ഇതിപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ആയി. വിറ്റാമിൻ സിയും ശർക്കരയുമാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ ആദ്യം ഓർക്കുക, ഈ സാധനം എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ സസ്പെൻസ് ഞാൻ പൊളിക്കാൻ പോവാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും മാർക്കറ്റിൽ ലഭ്യമായ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ, അതായത് ബ്രോയിലറിനും ലെയറിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഗ്രോത്ത് പ്രൊമോട്ടർ ഉണ്ടാവില്ല. ഇതാണ് സാധനം, മുട്ട. ഈ മുട്ട ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 5 മുട്ട ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇത് പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ സാധനം ഇടുകയാണ്. ഈ സാധനം ഇപ്പോൾ നല്ല രീതിയിൽ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കിടക്കും. ഈ സാധനത്തിന് നമ്മൾ ഒരു 10 ദിവസം ഇതേപോലെ ഈ കണ്ടെയ്നറിൽ വായു കയറാതെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അടച്ചു വെക്കുക. 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു പ്രോസസ്സ് കൂടിയുണ്ട്. ആ പ്രോസസ്സ് കൂടി കണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. നമ്മളിത് നന്നായിട്ട് അടച്ചു വെക്കാൻ പോവാണ്. നന്നായിട്ട് കണ്ടെയ്നർ നമ്മൾ ബന്ധാക്കി വെക്കുകയാണ്. നമ്മളിതുപോലെ നന്നായിട്ട് ഇത് ബന്ദ് ചെയ്ത് വെക്കുക. ഈ കണ്ടെയ്നർ നന്നായിട്ട് ബന്ദ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ 10 ദിവസം വരെ ഇതിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത്
ലോകത്തിൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. കോഴികൾക്ക്, ബ്രോയിലർ കോഴികൾക്ക് ഇറച്ചി അധികം പെട്ടെന്ന് വെക്കുവാനും മറ്റ് നമ്മുടെ നാടൻ കോഴികൾക്കാണെങ്കിലും ബാക്കിയുള്ള കോഴികൾക്കാണെങ്കിലും വലിപ്പമില്ലാത്ത മുരടിച്ച് നിൽക്കുന്ന കോഴികൾക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ. ഇതിൻ്റെ 10 ദിവസം കഴിഞ്ഞുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടർ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഏകദേശം 12 ദിവസമായി. 12 ദിവസമായി നമ്മളിപ്പോൾ നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടർ എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് എന്നൊക്കെ നോക്കാം. നമ്മൾക്ക് ഇതുണ്ട ഈ ഭാഗം ഒക്കെ നോക്കിക്കോളൂ. കണ്ടല്ലോ, നമ്മളിതിന് മുകളിലൊരു ഊട്ടയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഊട്ടയിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തുള്ള എയർ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ശരിയാകുന്നത്. ഇത് നമുക്കിത് തുറന്ന് നോക്കാം. ഹൈവ അടിപൊളിയായിട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ടർ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. മുട്ട നമുക്ക് തോടൊക്കെ അങ്ങോട്ട് മാറ്റാം. മുട്ടത്തോട് ഇതൊക്കെ പൊട്ടി ഉണ്ടാ. ഇതാണ് നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടർ. ഈ ഗ്രോത്ത് പ്രൊമോട്ടർ ലോകത്തിലെ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് പ്രൊമോട്ടറാണിത്. ഇത് നമുക്ക് വേറൊരു കണ്ടെയ്നറിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഇതെന്താണ് ഇതിൻ്റെ അടിക്ക് സംഭവിച്ചത് എന്നറിയാം. ഇല്ലട്ടാ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിലെങ്ങും ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സാധനം നമ്മൾ കോഴികൾക്ക് ഏകദേശം നമുക്കൊരു 100 കോഴി ഉണ്ടെങ്കിൽ നമുക്കൊരു 100 കോഴിക്ക് ഒരു 30 മില്ലി എന്ന കണക്കിന് നമുക്ക് ഇത് കോഴികൾക്ക് എല്ലാ ദിവസവും കൊടുത്താലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താലോ ഒക്കെ കോഴികൾക്ക് നല്ല ഇറച്ചി ഉൽപ്പാദനം ഉണ്ടാവും. അതുപോലെ തന്നെ കോഴികളെ നല്ല ഒരു രീതി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഇതുണ്ടോ, ഇതിൻ്റെ പുറത്തെ ഈ ഷെല്ലൊക്കെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഈ മുട്ട മാത്രം പൊട്ടിയിട്ടില്ല. ഈ മുട്ട ഒഴികെ ബാക്കിയെല്ലാം പൊട്ടി. ഇതുണ്ടോ, ഈ ഒരു ഷെല്ലിൻ്റെ ഒക്കെ കളറുണ്ടോ, ഇതൊക്കെ നന്നായിട്ട് ഇതുമായിട്ട് കാൽസ്യവും എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണിത്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് കോഴികൾക്ക് കൊടുത്താൽ വളരെ നല്ലൊരു രീതിയിലുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് പ്രൊമോട്ടർ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഗ്രോത്ത് പ്രൊമോട്ടർ നമ്മൾ നല്ല രീതിയിൽ ചെയ്തുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതിരിക്കുക. മാക്സിമം ഇതിനകത്ത് വെള്ളം ഒഴിക്കാതിരിക്കുക. നാരങ്ങാനീരും മാത്രം, നല്ല പ്യുവർ നാരങ്ങാനീരും അതിനകത്ത് വെള്ളം ചേർക്കരുത്. ഇത് ശർക്കര പാനിയാക്കുമ്പോഴും വെള്ളം അധികം ചേർക്കരുത്. നല്ല കട്ടിയായിട്ടുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്നും നോക്കണം. നമ്മളൊരു 8 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടോ ഒന്ന് നോക്കാം മുട്ടയുടെ സ്ഥിതി എങ്ങനെയാണ് എന്ന് നോക്കുക. അഥവാ പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ഈ ഒരു സാധനം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ തോട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനകത്ത് ആ ഒരു എൻ്റെ മുട്ടയുടെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും വന്ന് ലയിച്ച് നല്ല രീതിയിലാകും. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ മുകളിൽ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഈ കണ്ടെയ്നർ അടച്ചു വെക്കുന്ന സാധനമാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഹോൾ ഇടാൻ നിങ്ങൾ മറക്കരുത്. കാരണം ഹോള് ഇതിനകത്ത് എയർ ക്രിയേറ്റ് ആകപ്പെടും. എയർ ആൽക്കഹോളിക് ഒരു റിയാക്ഷനുമാണ് നടക്കുക. ഈ ആൽക്കഹോളിക് റിയാക്ഷൻ നടക്കുമ്പോൾ ഇത് ശരിക്കും എയർ പുറത്തേക്ക് പോകാൻ വേണ്ടി ചെറിയൊരു ഹോളും ഇട്ട് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഏകദേശം 12 ദിവസമായി. ഞാൻ 10 ദിവസം എന്നാണ് പറഞ്ഞത്. ഒരു 10-12 ദിവസത്തിനുള്ളിൽ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കിട്ടും. ഇത് ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് ഫാമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു മറ്റേ തോട്, ഇതിൻ്റെ നാരങ്ങയുടെ തോട് അത് നമുക്ക് അച്ചാറാക്കി എടുക്കാം. നമുക്ക് ഒന്നും വേസ്റ്റായി പോകുന്നില്ല. അത് നിങ്ങൾ വിചാരിക്കും 1.5 കിലോ ഇത് പിഴിഞ്ഞിട്ട് നമുക്ക് കളയുവാണല്ലോ. അതൊന്നുമല്ല, ആ തോട് നമുക്ക് അച്ചാറാക്കി എടുക്കാം. ഞാനൊക്കെ ഇവിടെ അച്ചാറിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറ്റ് നല്ല കർഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക്
ദയവായിട്ട് ചെയ്യുക. കാരണം എൻ്റെ ഈ വീഡിയോ പ്രൊമോട്ടാകപ്പെടാൻ വേണ്ടി ലൈക്ക് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.